ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഫ്രെയിമിൽ, അതായത് ഈ റിങ്ങിൽ എങ്ങനെയാണ് തുണി ഇടുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് റിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് ആദ്യം ഇതുപോലെ വെക്കുക. അപ്പോൾ നിങ്ങളെ റിങ് എത്ര ഇഞ്ചാണോ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പം ഞാൻ ഇത് എടുത്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെയാണ്. നിങ്ങളേക്ക് ചിലപ്പോൾ 7 ആവും, 8 ആവും, അങ്ങനെ ഓരോ ടൈപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളേക്ക് എത്ര ഇഞ്ചാണോ ആ ഒരു ഇഞ്ചിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ക്ലോത്തിന്റെ ഇതാ ഇത്രയും ഭാഗം ആണ് ഇപ്പൊ ഈ ഒരു റിങ് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഇവിടെയും കുറച്ച് തുമ്പ് വിട്ടിട്ട് ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെൻസിലേറ്റ് വരക്കുന്നത്. ഓക്കെ, കുറച്ച് ഇവിടെയും തുമ്പ് വിട്ടിട്ട് വേണം വരച്ചെടുക്കാൻ. ഓക്കെ, ഇവിടെയും കുറച്ച് തുമ്പ് വിട്ടിട്ടുണ്ട്, ഈ ഒരു സൈഡിലും കുറച്ച് തുമ്പ് വിട്ടിട്ടുണ്ട്, ഈ ഒരു സൈഡിലും ഉണ്ട്, ഇവിടെയും കുറച്ച് തുമ്പുണ്ട്, ഈ ഒരു സൈഡിൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വരച്ചിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളെ റിങ്ങിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തത് എടുക്കുക. അതിനുശേഷം ഉള്ളിലത്തതാണ് നമ്മൾ അടിയിൽ വെക്കുക. അതിനുശേഷം ക്ലോത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു സ്ക്രൂ ഇതാ അത് നല്ലോണം ലൂസാക്കുക. ഇവിടെ ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത് ലൂസായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂ എന്ത് ചെയ്യാം, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ തുണി എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഓക്കെ, അതിന് ഈ വലിച്ചിട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തുമ്പ് വിട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ ഓരോ സൈഡിലും തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഇവിടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ക്ലോത്ത് നന്നായി ടൈറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഈ സ്ക്രൂ ടൈറ്റ് അല്ലേ നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്മേ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഗോൾഡൻ കളർ ത്രെഡ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കൂല. കട്ട് ചെയ്തെടുക്കാതെ തന്നെ ഈ ഒരു അറ്റത്ത് നമ്മൾ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഒരു 2-3 തവണ കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ച് കട്ടിയിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു തുമ്പ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ സ്റ്റാൻഡുമ്മ വെച്ചിട്ട് ചെയ്യണവരുണ്ടാകും. ചിലപ്പോൾ ഇപ്പൊ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒന്നാകെ വെച്ചിട്ടുള്ള സ്റ്റാൻഡുമ്മലായിരിക്കാം. നിങ്ങൾ സ്റ്റാൻഡുമ്മലാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുക ത്രെഡ്. ഓക്കെ, അതായത് നമ്മൾ ഈ കെട്ടിട്ട ഭാഗം തള്ളവിരലും ഈ ചൂണ്ടുവിരലിന്റെ ഇപ്പുറത്തുനിന്ന് നടുവിരലുണ്ടല്ലോ ആ ഒരു വിരല് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ചൂണ്ടുവിരലിനെ ചിറ്റി കൊടുക്കുക. എന്നിട്ട് ആ ചിറ്റിയിട്ടുള്ള ആ ഭാഗം ഇവിടെ തന്നെ നമ്മൾ ഈ പിടിച്ചോടത്ത് തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്ന് പിന്നെ നീഡിലുകൊണ്ട് ഇങ്ങനെ കൊളത്തി എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ സ്റ്റാൻഡിൽ വെച്ചിട്ടല്ല കാണിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡിൽ വെക്കാതെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ആദ്യം ഒരു ലൈന് വരച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കുത്തി, ഓക്കെ, ഈ ഒരു ലൈനിന്റെ ഫസ്റ്റിൽ നിന്ന് കുത്തി ത്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഓക്കെ,
അതിന് ശേഷം ഇതാ ഇതുപോലെ വെച്ചു. ഇതാ നീഡിലിന്റെ അടുത്ത് തന്നെ കേട്ടോ, നീഡിലിന്റെ കുളത്തിന്റെ അടുത്ത്, കുളത്ത് ആ ഒരു സൈഡിലേക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇരിക്കണേന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുളത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളെ സൈഡിലേക്കാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക, നമ്മൾ ഇരിക്കുന്ന സൈഡിലേക്കാണെങ്കിൽ ഇങ്ങനെ വരിക. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കുളത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതാ ഇങ്ങനെ വെച്ചു കുളത്ത്. ഇതാ ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ഇപ്പൊ ഞാന് ത്രെഡ് ഇതുപോലെ പിടിക്കണം കേട്ടോ. നമ്മളിവിടെ പിടിച്ചതിന് ശേഷം ഈ ഒരു കുളത്ത് കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക്, എന്നിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ത്രെഡിനെ, അതായത് അടിയിൽ നമ്മൾ വെച്ച് കൊടുത്ത ത്രെഡ് ഇവിടെ കുത്തി, ത്രെഡ് അടിയിൽ വെച്ചിട്ട് അതിന് ശേഷം നമ്മളെ സൈഡിലേക്ക് നീഡിൽ തിരിക്കുക. ജസ്റ്റ് ഞാൻ കണ്ട തിരിച്ച് പൊക്കിയെടുക്കുക. ഒരു ചെയിന് വന്നു. ഓക്കെ, വീണ്ടും കുത്തുക. ശേഷം നമ്മൾ ഈ ഒരു നീഡിലിന്റെ കുളത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഈ ഒരു ത്രെഡിനെ ഇതുപോലെ കൊളത്തി കൊടുക്കുക. ഇതുപോലെ കൊളത്തുക. അതിന് ശേഷം ഇതാ കൊളത്തിയിട്ട് നമ്മൾ ഇവിടെ കണ്ട ചെയിൻ, രണ്ടാമത്തെ ചെയിൻ വന്നിക്കണേ. ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചെയിൻ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് നമ്മൾ വീണ്ടും കുത്തുക. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയിന് വലുതാക്കി തന്നെ ചെയ്യാട്ടോ. ശേഷം അതാ ഇതുപോലെ ചുറ്റി കൊടുക്കുക. ചുറ്റിയിട്ട് നമ്മൾ കൊളത്തിയിട്ട് ഇതാ കണ്ട കൊളത്തിയിട്ട് നീഡിലെ നമ്മളെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് പൊന്തിച്ചെടുക്കുന്നത്. ഓക്കെ, വീണ്ടും കൊളത്തുക, ചുറ്റി കൊടുക്കുക. ചുറ്റിയതിന് ശേഷം നമ്മൾ നീഡിൽ കണ്ട തിരിച്ചിട്ടാണ് നമ്മൾ പൊക്കിയെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ കൊളത്തുമ്പോ തന്നെ കണ്ട ഇവിടെ ഒരു ഹോള് വീഴും. ഒന്നുകൂടി